ഞാൻ പറ്റാ എന്നാ പോ. കാണാത്തവർക്ക് നഷ്ടല്ലേ. കണ്ടില്ലേ ഷവർമ ഫ്യൂഷൻ. എന്നെ ഉണ്ടാവൂല, നിങ്ങൾ രണ്ടാളും പോവാ. ഞാൻ പറ്റാ എന്നാ പോ. അപ്പോൾ ഒരു ഈവനിങ് നമ്മളിതാ ജസ്റ്റ് നൈറ്റ് റൈഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് മഞ്ചേരിക്ക് ഒരു ചെറിയൊരു ഫിലിമൊക്കെ കണ്ടിട്ടൊന്ന് വൈബ് അടിച്ച് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അസുട്ടിക്ക് പപ്പുള്ള ദിവസം എങ്ങോട്ടെങ്കിലും ഈവനിങ് പുറത്ത് പോകേണ്ടി വരും. സൺഡേ പിന്നെ ഞങ്ങളൊരു ഡേ ആണ് കേട്ടോ, കാരണം എല്ലാ സൺഡേയും നമ്മൾ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ അടിപൊളിയായിട്ടുള്ള ഫിലിമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം നമുക്കും അത് കാണണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ മാളിലാണ് മഞ്ചേരി. ഇവിടെ നല്ല അടിപൊളി തിയേറ്ററും കാര്യങ്ങളൊക്കെയാണെന്ന് എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ ഹസുട്ടിക്ക് എന്തായാലും തിയേറ്ററിനായിട്ടും മുഖ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റൈഡുകളാണല്ലോ. അപ്പോൾ താഴെയുള്ള റൈഡ് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ 6 മണിൻ്റെ ഷോക്കാണ് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 മണിൻ്റെ മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്, 1 മണിക്കൂർ മുന്നേ. അപ്പോൾ ഹസുട്ടിക്ക് ഇതുപോലത്തെ റൈഡിലൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കുഴപ്പമില്ലായിരുന്നു, ടെൻഷനും കാര്യമില്ല, നമുക്ക് ആ ഒരു ടൈമിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് ഹസുട്ടിക്ക് ഇവിടെയുള്ള എല്ലാ റൈഡിലും കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ അവന് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ കൊച്ചു ഫാമിലിയിലെ കൊച്ചു ഈവനിങ് വൈബാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ഹസുട്ടിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കണ്ടാലോ. ഹസു സെറ്റല്ലേ, സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഓടില്ലേ, വണ്ടി ഓടില്ലേ? ഞാൻ തിരിച്ചുവിട്, സ്റ്റാറൊക്കെ തിരിച്ചുവിട്. ആ തിരിച്ചുവിട്, തിരിച്ചുവിട്. ആ ഹസുമോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ വണ്ടി കേട്ടോ. പ്രത്യേകിച്ച് വണ്ടി പ്രേമി തന്നെ പറയാം കേട്ടോ, ഭയങ്കര ഒരു ക്രേസാണ്. കാരണം എൻ്റെ അനിയന്മാരുടെ അടുത്തുള്ള ബൈക്കൊക്കെ എപ്പോഴും കാണുമ്പോൾ പറയും ഇതുപോലത്തെ വണ്ടി എനിക്ക് വലിയതായിട്ട് വാങ്ങണം, ഇതുപോലെ റൈസ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇവിടെ വന്നപ്പോൾ ഫുൾ എനർജിയൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കാനുള്ള തിരക്ക് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവന് ഫിലിമിന് പറഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ അവന് സിനിമയും വേണ്ട, ഒന്നും വേണ്ട, ഉമ്മച്ചിയും പപ്പയും പോയിട്ട് ഫിലിമൊക്കെ കണ്ടു വന്നോളൂ, ഞാനിവിടെ ഇരിക്കാമെന്നിട്ട് ആൾ പറഞ്ഞ്. പക്ഷേ നമുക്ക് എന്തായാലും ഇവിടെ ഇട്ട് പോലും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവനെ ഇവിടെ ഇട്ടതിന് ശേഷം ഫിലിം തുടങ്ങാൻ നേരത്തെ നമ്മൾ പോയതാട്ടോ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. RTX നിങ്ങൾ കാണാത്തവരുടെ ഒരു പ്രാവശ്യമെങ്കിലും കാണണം. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫീലിംഗ് വരും, പിന്നെ എന്തായാലും അടി എന്ന് പറഞ്ഞാൽ അടിയുടെ മാലപ്പടക്കം തന്നെയാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏകദേശം റൈഡിൽ നിന്നൊക്കെ കയറ്റിയതിന് ശേഷം നമ്മളിതാ ഫിലിം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ വെള്ളവും അതുപോലെ തന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് എന്താ ആർക്ക് മനസ്സിലാവും. അപ്പോൾ കയറ് സെറ്റ്.
അസുട്ടിയെ അസുട്ടിയെ സിനിമ എങ്ങനെ ഉണ്ടായിനി? പൊളിയാ? എത്ര അടി ഉണ്ടായിനി? ഫുൾ അടിയിനി? എങ്ങനെ ഉണ്ടായിരിക്ക ഫിലിം? കാണാത്തവർക്ക് നഷ്ടല്ലേ? അസുട്ടിയെ ഓ ഇന്റെ കണ്ട് അയത്ത കണ്ട് ഇന്നടിച്ചു ഓന്. ഇനി അസുവിന് എന്താ കഴിക്കാൻ വേണ്ടേ? അപ്പോൾ നമ്മൾ നൈറ്റ് റൈഡിങ്ങിന് വന്നായിരുന്നു. ഇന്നത്തെ നൈറ്റ് റൈഡിങ് ആയാലും മൊത്തത്തിലൊരു അടിപൊളിയായിട്ടുണ്ട്. കാരണം മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മഴയൊക്കെ കൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇന്നത്തെ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. ഒരു ഫിലിമായി, പിന്നെ ഫുഡൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ നല്ല അടിപൊളി മഴ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഹസുട്ട് കട എന്നിട്ട് ഇന്നെ അടിക്കോ അല്ലേ? അനക്കെന്താ വേണ്ടേ ഇവിടുന്ന്?